കഴിഞ്ഞ ദിവസം ഫംഗ്ഷന് പോയതിന്റെ കോലാഹലമൊക്കെ ഈ കാണുന്നത്. ഇനിയെല്ലാം അതേപോലെ എടുത്ത് വെക്കട്ടെ. അതായത് നാരങ്ങ മുട്ടായും അതേപോലെ തന്നെ ഗ്യാസ് മുട്ടായും ഒക്കെ നമ്മുടെ എപ്പോഴത്തെ നൊസ്റ്റാളജി ആണല്ലോ, പ്രത്യേകിച്ച് 90s. ഇനി നമ്മുടെ ഒറിയോയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ സമയമായി. കുറച്ച് ചോറും ശക്കല മുട്ടയാണ് അവന് കൊടുക്കുന്നത്. ഒരുപാട് ക്വാണ്ടിറ്റിയിലും കൊടുക്കില്ല കേട്ടോ. അവനത് കിട്ടിയോടെ വളരെ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നത്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്നാ കരുതി എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനേ. ഇത് എന്റേതായിട്ടുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷെ സത്യം പറയാലും നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ. കുറച്ച് തൈരും കൂടി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരു ലോഡ് ചോറ് കഴിക്കാം. അപ്പൊ ഇനി ഞാൻ അതിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇത് ആർക്കെങ്കിലും ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഞാൻ ഇട്ടേക്കുന്ന നൈറ്റി ആണ് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ചെറിയ നൈറ്റി ഇടുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി കേട്ടോ. ഈ ഒരു ചൂട് സമയത്ത് ഇത്തരം കോട്ടൺ നൈറ്റികൾ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ലിങ്ക് ഞാൻ ലെഫ്റ്റ് സൈഡിൽ താഴെ കൊടുത്തിരിക്കാം. ചിലർക്ക് അത് നമ്മുടെ വീഡിയോയുടെ മുകളിലായിരിക്കും കേട്ടോ വരുന്നത്. അപ്പൊ ഒന്ന് വാങ്ങിച്ച് ഇട്ട് നോക്കേ. ആഹാ, ഈ ഒരു ചൂട് സമയത്ത് ഇതേപോലെ തണുത്ത ജ്യൂസ് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് അല്ലേ. ഇതിന്റെ റെസിപ്പി ഞാൻ ഉടനെ പറഞ്ഞുതരാമേ. അപ്പൊ നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ടാറ്റാ.